നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് യോഗ്യതയ്ക്കായി യുക്രൈനോടൊപ്പം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവാൻ കലിയൂഷ്നി, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം. അവരുടെ അടുത്ത മത്സരം നവംബർ 14 പുലർച്ചെ 1:15 ഫ്രാൻസുമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഐസ്ലൻഡുമായിട്ടും കളിയുണ്ട്. ഈ 2 കളികളാണുള്ളത്. സോ ഗ്രൂപ്പിൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. 4 കളി 10 പോയിൻ്റായിട്ട് ഫ്രാൻസ് 1ാമത്, 4 കളി 7 പോയിൻ്റായിട്ട് യുക്രൈൻ 2ാമത്. യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ റാഫ് ടോക്കിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഈ ചാനലല്ലെങ്കിലും. അപ്പോൾ അതിൽ ഗ്രൂപ്പിൽ 1ാമതെത്തി നിൽക്കുന്ന ടീം നേരിട്ട് യോഗ്യത നേടും. 2ാമതെത്തി നിൽക്കുന്ന ടീം ഒരു പ്ലേ ഓഫിലേക്ക് പോകും. സോ പ്ലേ ഓഫെങ്കിലും കിട്ടും യുക്രൈന് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. ഐസ്ലൻഡിനെതിരെ ഒരു തകർപ്പൻ ഗോളൊക്കെ ഇവാൻ കലിയൂഷ്നിക്ക് നേടിയിരുന്നു. സോ മികച്ച ഫോമിൽ തന്നെയാണ് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ദേശീയ ടീമിനോടൊപ്പം കളിക്കാനിറങ്ങുമ്പോഴും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ മറക്കുന്നില്ല. ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഓർമ്മകൾ അദ്ദേഹത്തിന് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. യുക്രൈനിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ മാധ്യമമായിട്ടുള്ള സോറിയ ലണ്ടോൺസ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോയതും അവിടെ കളിച്ചതും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റേഡിയത്തിൽ 60,000 ആരാധകർ തിങ്ങിക്കൂടി നിൽക്കുകയും അവർ വെറുതെ കളി കാണാൻ വന്നതല്ല, എല്ലാവരും ടീമിനെ വലിയ രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതെനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടത്. ഇനി ഞങ്ങൾ എവേ മത്സരം കളിക്കാൻ പോയാലോ അവിടെയും ഞങ്ങളുടെ ഫാൻസ് എത്തി. ഈവൻ ഹോം ഫാൻസിനേക്കാൾ കൂടുതൽ, ഒന്നുകിൽ ഹോം ഫാൻസിനൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഫാൻസ് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു എന്നാണ് ഇവാൻ കലിയൂഷ്നി വരുന്നത്. സംഗതി ശരിയാണ്. ഇപ്പം BFCക്കെതിരെയൊക്കെ കളിയൊക്കെ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരായിരിക്കും ബംഗളൂരുവിലെ സ്റ്റേഡിയത്തിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ ആ ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചൊരു താരം വേൾഡ് കപ്പ് കളിക്കുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒന്നായിരിക്കും. ഫ്രാൻസിനെതിരെയുള്ള കളിയിൽ എന്ത് സംഭവിക്കുമോ എന്നറിയില്ല. പക്ഷേ ഐസ്ലൻഡിനെതിരെ തകർപ്പിനൊരു വിജയം നേടുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയപ്പോൾ 5-3 യുക്രൈൻ ജയിച്ചതാണ്. അപ്പോൾ അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ 2ാമതെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും കാത്തിരിക്കാം. കലിയൂഷ്നി വേൾഡ് കപ്പ് കളിക്കട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.